വിജ്ഞാനം വികേന്ദ്രീകൃതമാവുമ്പോൾ മാത്രമേ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പഠനത്തോടൊപ്പം ഗവേഷണത്തിനും സംരംഭകത്വത്തിനും മുൻതൂക്കം നൽകുന്ന സാഹചര്യമാണ് വേണ്ടതെന്നും ഇതിന് സൗകര്യങ്ങൾ ഒരുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കണ്ണൂർ സർവകലാശാല പാലയാട് ഡോക്ടർ ജാനകി അമ്മാൾ ക്യാമ്പസിനോട് ചേർന്ന് പൂർത്തീകരിച്ച സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് പഠന വകുപ്പിന്റെ പുതിയ കെട്ടിടത്തിന്റെയും വനിതാ ഹോസ്റ്റൽ 2ാം നിലയുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലെ സുപ്രധാന ഘട്ടമാണിത്. ഉത്തര കേരളത്തിലെ 3 ജില്ലകളിലായി മൾട്ടി ക്യാമ്പസ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ വിഭാവനം ചെയ്ത് സ്ഥാപിച്ചതാണ് കണ്ണൂർ സർവകലാശാല. വിജ്ഞാനത്തിന്റെ വികേന്ദ്രീകരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. വിജ്ഞാനം വികേന്ദ്രീകൃതമാകുമ്പോൾ മാത്രമേ സാമൂഹ്യനീതി ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കണ്ണൂർ സർവകലാശാല ഈ മുന്നേറ്റം ശക്തമാക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. മൾട്ടി ക്യാമ്പസ് എന്ന വികേന്ദ്രീകൃത വിദ്യാഭ്യാസ മാതൃകയിലൂടെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെയും വയനാടിൻ്റെ ഭാഗങ്ങളിലെയും പിന്നോക്ക മലയോര മേഖലകളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം കയ്യെത്തും ദൂരത്തെത്തിക്കാൻ ഈ സർവകലാശാലയുടെ കഴിഞ്ഞിട്ടുണ്ട്. വിജ്ഞാനം വികേന്ദ്രീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് സാമൂഹ്യനീതി ഉറപ്പാക്കപ്പെടുന്നത്. അതിനാൽ ഈ മുന്നേറ്റം ഇനിയും ശക്തമായി തുടരുക തന്നെ വേണം. സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ അധ്യക്ഷത വഹിച്ചു. കെ.വി. സുമേഷ് MLA മുഖ്യാതിഥിയായി. കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ കെ സാജു, തലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ, ധർമ്മടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ഗീതമ്മ, ജില്ലാ പഞ്ചായത്ത് അംഗം K അനുശ്രീ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രിയുടെ 7 കോടി രൂപയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് പഠന വകുപ്പിന് പുതിയ കെട്ടിടം പൂർത്തീകരിച്ചത്. ഭിന്നശേഷി സൗഹൃദപരമായി നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ ലിഫ്റ്റ്, റാമ്പ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. 1.17 കോടി രൂപ ചെലവഴിച്ചാണ് വനിതാ ഹോസ്റ്റലിന്റെ 2ാം നില പൂർത്തിയാക്കിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.